ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഏതായാലും തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയുടെ ആ ഒരു തീരുമാനം തന്നെയാണ്. ദേവയാനി പറയുന്നു, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്, എനിക്കിനി ഈ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. ഇവള് ഈ വീട്ടിൽ തുടരുകയാണെങ്കിൽ ഒരിക്കലും ഞാനിനി ഈ വീട്ടിൽ നിൽക്കില്ല. ഇവള് നിന്നോട്ടെ, ഇവക്ക് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടിക്കോട്ടെ. ഞാൻ എൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ കളഞ്ഞിട്ട് ഞാൻ ഈ വീടിൻ്റെ പടി ഇറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടതും വല്ലാത്തൊരവസ്ഥയിലാണ് നയന നിൽക്കുന്നത്. അപ്പം നയന പറഞ്ഞു, ഇല്ല, ഞാൻ കാരണം ഒരിക്കലും അമ്മ ഇവിടുന്ന് പോകണ്ട, അമ്മ പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്നെ അമ്മ എന്ന് വിളിച്ചു പോകരുത് എന്ന് പറഞ്ഞപ്പം എനിക്കറിയില്ല, ഞാൻ വന്ന് കയറിയപ്പം മുതൽ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് അമ്മേനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീട് വിട്ടു പോകാൻ ഒരിക്കലും അമ്മ ഇടയാകരുത്, ഞാൻ ഈ വീട് വിട്ടു പൊക്കോളാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, നയനമോളെ, നീ ഈ വീട് വിട്ടു പോകില്ല, അത് ഞാനാ പറയുന്നത്. വേറെ ആരെങ്കിലും ഈ വീട് വിട്ടു പോകുന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, പോട്ടെ, പോകേണ്ടവർ പൊക്കോട്ടെ, എൻ്റെ മനസ്സറിയാതെ പോകേണ്ടവർ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, നോ പ്രോബ്ലം എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശിൻ്റെ ചങ്ക് പൊട്ടി കേട്ടോ. ആദർശിന് പിന്നെ രഹസ്യങ്ങളൊന്നും മറച്ചു വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. കാരണം ആദർശ് പറഞ്ഞു, ഇല്ല, ഇനി ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ അമ്മയെ വിഷമിപ്പിക്കാനും ഞാൻ സമ്മതിക്കില്ല, അതുപോലെ തന്നെ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകരുത്, അതും ഇത് കാരണം. അതുകൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യം ഞാൻ പറയാൻ പോകുക എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ജയൻ ഇങ്ങനെ നോക്കിയിട്ട്, എന്താ മോനെ? ഇല്ലച്ചാ, ഞാൻ പറയും. ഇനിയിപ്പോൾ അത് പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എൻ്റെ അമ്മേനെ ഒരുപാട് വേദനിപ്പിക്കും. ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എൻ്റെ അമ്മേനെ. ഇനിയും ഞാൻ ഇത് പറയാതിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കാരണമാകും. അങ്ങനെ ഈ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അതിനെന്തെങ്കിലും കാര്യമുണ്ടോ? എൻ്റെ അമ്മേനെ ഞാൻ ഇത്രയും ദിവസം വേദനിപ്പിച്ചു, ഒരുപാട് വേദനിപ്പിച്ചു. അതിനൊക്കെ ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല. എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി, എല്ലാവരെയും ഒരുമിച്ച് ജീവിപ്പിക്കാൻ വേണ്ടി, സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി, അതിനുവേണ്ടിയല്ലേ ഞാൻ ഇത്രയും തത്രപ്പാടുകൾ പെട്ടത്. പക്ഷേ ഇനി അത് വേണ്ട, ഞാൻ പറയാൻ പോവുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അത് നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കം പറയുന്നുണ്ടല്ലോ, പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ മുത്തശ്ശൻ ഇനി അധിക കാലം ജീവിച്ചിരിക്കില്ല. ഇത് കേട്ടതും മുത്തശ്ശിയൊക്കെ അങ്ങ് വല്ലാണ്ടങ്ങ് ഞെട്ടിയിട്ട്, എന്താ ആദർശ് മോനെ നീ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് ദേവയാനി കയറി വന്നിട്ട്, എന്താ നീ പറഞ്ഞത്? മുത്തശ്ശൻ എന്താ? അച്ഛൻ എന്താ പറ്റിയത്? അപ്പോഴേക്കും മുത്തശ്ശിയും ചോദിച്ചു, എന്താ മോനെ ആദർശേ, എന്താ എന്തെങ്കിലും രോഗമുണ്ടോ നിൻ്റെ മുത്തശ്ശന്? അതെ മുത്തശ്ശി, നമ്മുടെ മുത്തശ്ശന് രോഗമുണ്ട്, ഒരു മാറാ രോഗം നമ്മുടെ മുത്തശ്ശനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ജയൻ പറഞ്ഞു, മോനെ വേണ്ട മോനെ എന്ന് പറഞ്ഞപ്പം, ഇല്ല അച്ഛാ, ഇത് പറയാൻ സമയമായി, ഇതിനി പറയണം, ഇത് ഈ വീട്ടിലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശന് ക്യാൻസറാണ് എന്ന് പറയുക. ഈ ഒരു നിമിഷം ഇത് കേട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടിയിട്ടോ. എല്ലാവരുടെയും കണ്ണ് തള്ളിയാണ് ഇരിക്കുന്നത്. അവിടെ നിൽക്കുന്നവരൊക്കെ പൊട്ടിക്കരയുക. നയനയാണെങ്കിൽ ഓടിച്ചെന്നിട്ട് നമ്മുടെ മുത്തശ്ശൻ്റെ തോളിലേക്ക് ഇങ്ങനെ ചാരി കിടന്നിട്ട്, എങ്കിലും ഇത്രയും നാൾ എന്തിനാ ഇത് മറച്ചു വെച്ചതെന്ന് ഉള്ള രീതിയിൽ ഇങ്ങനെ കരയുന്നു. മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, വേണ്ട, ആരും കരയരുത്, ഇനി ഇതിൻ്റെ പേരിൽ ആരും സങ്കടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ ആരോടും പറയണ്ട എന്ന് എല്ലാവരോടും പറഞ്ഞത്. എല്ലാവരോടും അല്ല, ആദർശിനോടും ജയനോടും പറഞ്ഞത്. ഇത് വേണ്ട, ഈ ഒരു വിഷമവും സങ്കടവും എനിക്ക് കാണാൻ പറ്റില്ല നിങ്ങളുടെ. ഞാനൊരു രോഗത്തിന് അടിമയാണെന്ന് അത് എനിക്കറിയാം, പക്ഷേ നിങ്ങളാരും അതോർത്ത് സങ്കടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജയൻ പറഞ്ഞു, ഇത് അച്ഛന് നേരത്തെ അറിയായിരുന്നു. അച്ഛൻ്റെ രോഗവിവരം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ങാനാവില്ല എന്ന ആ ഒരു അറിവാണ് അച്ഛന് എന്നോടും ആദർശിനോടും പറഞ്ഞത്. ഇതാരോടും പറയാൻ പാടില്ല എന്ന്. അന്നു മുതൽ ഞങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ രഹസ്യം ഇത് എല്ലാവരോടും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ആ വാക്ക്, അച്ഛന് ഞങ്ങൾ കൊടുത്ത വാക്ക്, അതാ ഞങ്ങൾ ഇത്രയും നാൾ പിടിച്ചു നിർത്തിയത്. പക്ഷേ ചിലതൊക്കെ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അത് ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നയന പറഞ്ഞു, മുത്തശ്ശ, എങ്കിലും എന്നോടിത് പറഞ്ഞില്ലല്ലോ മുത്തശ്ശൻ. ഇല്ല മോളെ, ഒരു പ്രശ്നമില്ല മുത്തശ്ശന് ഒത്തിരി നാൾ ജീവിക്കും. അതും മോളി വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സന്തോഷമായിട്ട് ഈ മുത്തച്ഛന് ജീവിക്കാൻ പറ്റില്ലേ. അതുകൊണ്ട് മോൾ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പോകരുത്, മോള് പോകാൻ പാടില്ല. മുത്തച്ഛനെ
മുത്തശ്ശൻ്റെ സന്തോഷത്തിനും ആയുസ്സിനും വേണ്ടി മോൾ ഈ വീട്ടിൽ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ നയനയ്ക്കൊന്നും പറയാൻ പറ്റില്ലാത്തൊരവസ്ഥ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും പറഞ്ഞു, മോളെ നീ വരരുത്, നീ നമ്മുടെ വീട്ടിലേക്ക് വരണ്ട. ദേ ഈ അച്ഛൻ്റെ സ്നേഹം കാണാതെ നീ അങ്ങനെ വന്നു കഴിഞ്ഞാലേ അത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ജലജ ഇങ്ങ് വന്നിട്ട്, ഓഹോ മനസ്സിലായി, ഇനിയിപ്പം അടുത്ത ഒരിത് കിട്ടിയില്ലോ, അച്ഛൻ്റെ അസുഖം കാരണം അവളെ ഇവിടെ പിടിച്ചു നിർത്താലോ നിങ്ങൾക്ക്. ഏതായാലും തള്ളയും തന്തയും കൊള്ളാം, ഒരവസരം കിട്ടാൻ നോക്കിയിരിക്കുമായിരുന്നു അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ജലജയോട് മുത്തശ്ശൻ പറഞ്ഞു, നിർത്തുന്നുണ്ടോ നിൻ്റെ അധിക പ്രസംഗം? അതെ, ഇവിടുന്ന് ആരാണ് ഇറങ്ങി പോകേണ്ടതെന്ന് പണ്ടു മുതലേ എനിക്കറിയാം. നീ എന്നെ പല കാര്യങ്ങളും ഇവിടുന്ന് വിളമ്പിക്കരുത് ജലജേ. നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അത് വേറൊന്നും കൊണ്ടുമല്ല, അറിയാലോ. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിന്റെ മകൻ ഈ ലോകത്തെ അസുരന്മാരിൽ അസുരനാണ്. അവൻ ചെയ്ത തെറ്റുകൾക്കെല്ലാത്തിൻ്റെയും ഫലം അവൻ്റെ ഭാര്യയും കൂടി അനുഭവിക്കുന്നുണ്ട്. അത് പോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇവന് അന്ന് ആ ഒരു വിവാഹ സമയത്ത് ഇവൻ്റെ അടുത്തേക്ക് നവ്യമോള് വന്നില്ലായിരുന്നുവെങ്കിൽ ഇവനിപ്പം വേറെ വിവാഹം കഴിച്ച് ജീവിച്ചേനെ. ആ പെണ്ണിനെയും ചതിച്ച് വേണമെങ്കിൽ ഇവൻ വേറൊരു വിവാഹവും കഴിക്കും. അങ്ങനെയുള്ള ഒരുത്തനെ നീ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത് ജലജേ. നീ കാരണമാണ് നിൻ്റെ മകൻ വഴിപഴച്ചു പോയത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജലജ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം മുത്തശ്ശനെയും കൂട്ടി ബാക്കി എല്ലാവരും അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. കാരണം മുത്തശ്ശനെ കൊണ്ട് കിടത്താൻ വേണ്ടി പോയി. അപ്പോഴേക്കും കനകദുർഗയും നവ്യയും നയനയും ഒക്കെ ഉള്ളൂ. അപ്പം തൊട്ടടുത്ത് ജലജയും ഉണ്ട്. അങ്ങനെ നവ്യ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഈ വീട്ടിൽ നിന്നും വരില്ല. ഞാൻ ചാകുവാണെങ്കിൽ ഈ വീട്ടിൽ കിടന്ന് ചത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറഞ്ഞു, ദേ ഞാനൊരു കാര്യം പറയട്ടെ, അച്ഛനും അമ്മയും കൂടി നന്നായിട്ട് മക്കളെ വളർത്തി വഷളാക്കി വെച്ചിട്ടുണ്ട്. പെമ്മക്കളെ ഇങ്ങനെ വഷളാക്കിയത് അത് നിങ്ങളുടെ ഒരേ ഒരു തെറ്റ് കാരണമാണ്. ദേ ഈ നിൽക്കുന്ന ഈ അച്ഛൻ്റെ ഗോവിന്ദൻ്റെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയന പറഞ്ഞു, എൻ്റെ അച്ഛനെ പറയരുതെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ അച്ഛനെ അല്ലാതെ പിന്നെ ആരെയടി പറയേണ്ടത്? ദേ ഒരു കുടുംബത്തിലെ ഭാര്യയും മക്കളും പിഴച്ചു പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുടുംബനാഥനെയാണ് പഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നവ്യ പറഞ്ഞു, ദേ നിങ്ങൾ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട, നിങ്ങൾ ചെയ്തതെല്ലാം ശരിയാണെന്നേ നിങ്ങൾ ന്യായിക്കേണ്ട. അതെല്ലാവരും ഇപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണെന്നും നിങ്ങളുടെ മകൻ ചെയ്തത് തെറ്റാണെന്നും നിങ്ങളുടെ മകനെ വഴിപഴിച്ചതെന്നും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നവ്യ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കനകദുർഗ വന്നിട്ട് നവ്യക്കിട്ട് അടി കൊടുത്തിട്ട്, നിൻ്റെ ധിക്കാരം നിർത്തുന്നുണ്ടോ? ഇനിയെങ്കിലും നിൻ്റെ നാക്ക് അടക്കി വെക്കണേ. നിന്നെപ്പോലെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എൻ്റെ വയറ് ശാപമേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുക. എനിക്കിനി നിന്നെപ്പോലൊരു മകളില്ലടി. ഇനി ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്കും വരില്ല, നീ ഇനി ഞങ്ങളുടെ അടുത്തേക്കും വരേണ്ട കാര്യമില്ല. ഇന്നു മുതൽ എൻ്റെ മകൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ജലജ പിന്നെയും പറഞ്ഞു, ഓ അടുത്ത തന്ത്രം, മകളും മരിച്ചു എന്ന് പറഞ്ഞു പോയാൽ പിന്നെ ഇങ്ങോട്ടേക്കും വരണ്ട അങ്ങോട്ടേക്കും വരണ്ടല്ലോ, പിന്നെ എന്നെന്നും മകൾ ഇവിടെ നിന്നോളൂല്ലോ. ഏതായാലും തന്തയുടെയും തള്ളയുടെയും ബുദ്ധി കൊള്ളാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നന്ദു കയറിയിട്ട് പറഞ്ഞു, അതെ ഞാൻ മാന്യതയോടെ ഇവിടെ നിൽക്കുന്നത്. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാനുണ്ടല്ലോ എല്ലാത്തിനെയും പരുവാക്കുന്നതാണ്. പക്ഷേ എൻ്റെ ചേച്ചിമാരിവിടെ ഉണ്ടല്ലോ എന്ന ഓർത്ത് മാത്രമാണ് ഞാനെല്ലാം മിണ്ടാതെ സഹിച്ച് കേട്ട് നിൽക്കുന്നത്. അതിനെ നിങ്ങൾ ചൂഷണം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും കനകദുർഗയും ഗോവിന്ദനും ഒക്കെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണുള്ളത്. അപ്പോഴേക്കും നയനി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ കനകദുർഗയും ഗോവിന്ദനും ചെന്നിട്ട് പറഞ്ഞു, മോളുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. നിൻ്റെ കൂടപ്പിറപ്പിന് വേണ്ടി സഹിച്ചു, എല്ലാം ക്ഷമിച്ചു. പക്ഷെ നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വരെ ഈ സിറ്റുവേഷൻ എത്തില്ലായിരുന്നു. അത് പകുതി വെച്ച് ഞങ്ങൾ അറിഞ്ഞ നിമിഷം ഇവിടെ അറിയിച്ചേനെ. ഇത്രയും വഷളും ആവില്ലായിരുന്നു. സാരമില്ല, മോളുടെ ചേച്ചിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനേനെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ഏതായാലും അത് കഴിഞ്ഞ് മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ വന്നു, എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന ദേവയാനിക്ക് മുന്നിൽ മാപ്പ് പറയാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു മാപ്പും വേണ്ട, ഒരു കോപ്പും വേണ്ട, നീ ഇവിടെ നീ ആയിട്ട് നിന്നാൽ മതി, അല്ലാതെ എൻ്റെ മരുമകളായിട്ട് നീ കൂടുതൽ നിൽക്കണ്ട. എൻ്റെ മരുമകൾ എൻ്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു, ഇനി ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പോഴും എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുക. എനിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ വേറെ ഒന്നുമല്ല വേണ്ടത്, നയനമോൾക്ക് സന്തോഷം കിട്ടണം.
അവൾക്ക് എല്ലാ അവകാശത്തോടും കൂടി തന്നെ അവളിവിടെ താമസിക്കണം. ഒരു ഭാര്യയായിട്ടും ഒരു മരുമകളായിട്ടും ഒക്കെ അവളിവിടെ സന്തോഷത്തോടെ താമസിച്ചാൽ മാത്രമേ എനിക്കിവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം, ഞാനിങ്ങ് മരിക്കുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളങ്ങനെ പറയാൻ പാടില്ല. അറിയാമോ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമുണ്ട്, ഞാൻ മരിച്ച ശേഷമേ നിങ്ങൾ മരിക്കാൻ പാടുള്ളൂ എന്ന്. പക്ഷേ നിങ്ങളിങ്ങനെ പറയരുതെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആദർശ് പറഞ്ഞു, മുത്തശ്ശി അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. നമ്മുടെ മുത്തശ്ശൻ 100 വയസ്സ് കൂടുതൽ ജീവിച്ചിരിക്കും. അതുകൊണ്ട് മുത്തശ്ശി സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഡോക്ടർമാരൊക്കെ പറഞ്ഞ ആ ഒരു ഇത് തിരുത്തി എഴുതും നമ്മുടെ മുത്തശ്ശൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. മക്കളെയൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് പ്രശ്നമൊക്കെ അവസാനിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി തുടങ്ങുക. അങ്ങനെ നയനയ്ക്ക് ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുക്കുക. ഏതായാലും നിൻ്റെ മോളുടെ ഇനിയുള്ള ജീവിതം അത് കുറച്ചും കൂടെ കഠിനമായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, മോളോട് നേരത്തെ ആദർശിന് ഒരു സോഫ്റ്റ് കോർണറെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഇതില്ല. മോളാണിപ്പം ആദർശിൻ്റെ മെയിൻ ശത്രു. നവ്യൊന്നുമല്ല ഇവിടുത്തെ കുറ്റക്കാരി. ആദർശിൻ്റെ മുന്നിൽ മോള് തന്നെയാണ് ഇവിടുത്തെ കുറ്റക്കാരി. അതാണ് മോള് തിരുത്തിയെടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ നയന വല്ലാത്തൊരവസ്ഥയിലാട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്തത്. എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.